നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇതെൻ്റെ വീട്ടിലെ ഒരു ഇനം മാവാണ്. ഇത് സാധാരണ സീസൺ അല്ലാത്ത സമയത്ത് പൂക്കുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് ഡിസംബറിലാണ് പൂത്ത് തുടങ്ങുക. മാർച്ചിനുള്ളിൽ പൂക്കളുകൾ മാവിന് പൂക്കൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ വാങ്ങിയിട്ടിപ്പോൾ ഇത് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേ പൂവ് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ സാധാരണ നാട്ടിൽ കണ്ടുവരുന്നത് ഡിസംബർ മുതൽ മാർച്ച് വരെ ഉള്ള മാസങ്ങളിലാണ് പൂത്ത് തുടങ്ങുന്നത് മാവ്. അനുയോജ്യമായ കാലാവസ്ഥ വരണ്ടതും തണുപ്പുള്ളതുമാണ്. ഈ സമയത്താണ് ഏകദേശം പകൽ സമയത്ത് ഒരു 25-28 ഡിഗ്രി താപനിലയിൽ ആയിരിക്കുകയും വേണം. ആ സമയത്താണ് ഇതിൽ പൂവുണ്ടാകാനും മാങ്ങ നന്നായി വിളവ് തരാനും സാധ്യതയുള്ളത് എന്നാണ് പൊതുവെ പറയുന്നത്. ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവും. ആൺപൂക്കൾക്ക് പരാഗണം നടത്താൻ മാത്രമേ കഴിയൂ. എന്നാൽ പെൺപൂക്കൾ പരാഗണത്തിന് ശേഷം കായ്കൾ ഉണ്ടാകുന്നു. അനുയോജ്യമായ കാലാവസ്ഥ മാവ് പൂക്കുന്ന സമയത്ത് സാധാരണയായി ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ വളരെ പ്രധാനമാണ്. ഈ സമയത്ത് ചൂടുള്ളതും വരണ്ടതുമായ കാലാവസ്ഥയാണ് ഏറ്റവും അനുയോജ്യം. അമിതമായ മഴയും മൂടൽമഞ്ഞും പൂക്കളെ നശിപ്പിക്കുകയും വിളവിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പൂവിടുന്ന സമയത്ത് നമ്മൾ സൾഫർ അടങ്ങിയിട്ടുള്ള പെസ്റ്റിസൈഡ് തെളിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. കൃത്യമായ പരിചരണം പൂവിടുന്നതിന് മുൻപായി മരത്തിന് കൃത്യമായി നൽകേണ്ടതുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് രോഗങ്ങളും കീടങ്ങളെയും നിയന്ത്രിക്കുക എന്നത്. പൂക്കൾ വിടരുന്നതിന് മുമ്പ് തന്നെ കീട നിയന്ത്രണത്തിലുള്ള മരുന്നുകൾ തളിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ വളത്തിൽ പോഷകങ്ങൾ നൽകുക, അതായത് മൈക്രോ ന്യൂട്രിയൻസും കൂടെ ചേർത്ത് കൊടുക്കുക. മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മരത്തിൻ്റെ വളർച്ചയ്ക്കും നല്ല വിളവിനും വളരെ ഉപയോഗപ്രദമായിരിക്കും. പൂവിടുമ്പോൾ ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ അടങ്ങിയ വളങ്ങൾ, ജൈവവളങ്ങൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. രാസവളങ്ങൾ ഒഴിവാക്കുകയും വേണം. അപ്പോൾ പൂക്കളുടെ എണ്ണം കൂട്ടാനും കായ്കൾ നന്നായി പിടിക്കാനും സഹായിക്കും. മാമ്പഴത്തിൻ്റെ വിളവ് വർദ്ധിക്കുന്നതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോകളിൽ പറയാവുന്നതാണ്. കീടങ്ങളെ നിയന്ത്രിക്കാൻ ഒരു പ്രധാന ഘടകമാണ് മാമ്പഴത്തിൽ ഒരുതരം കട്ടുറുമ്പ് പോലുള്ള ഒരു ജീവിയാണ് സാധാരണ ഇലകളിൽ കണ്ടുവരുന്നത്. പിന്നെ മെയിലി ബഗ്സ്, സ്റ്റെം ബോറർ എന്നറിയും, കണ്ടുവരും. എന്നിവയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധാരണ രീതിയിൽ വേപ്പെണ്ണ മിശ്രിതം ചെയ്തു കൊടുത്താൽ മതി. അത് ഒക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഇവിടെ പറയുന്നില്ല. പൂവിട്ട ശേഷം രാസകീടനാശികൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ വേണം. പൂപ്പൽ രോഗങ്ങൾ, അതായത് ഫംഗസ് രോഗങ്ങൾ, ഇത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞത്. സാപ്പ്, അതേപോലെ സൾഫർ അടങ്ങിയിട്ടുള്ള കീടനാശികൾ രോഗത്തെ തടയാൻ സഹായകരമാകും. ഇന്നിപ്പോൾ സെപ്റ്റംബർ 7-ാം തീയതിയാണ്. പക്ഷേ എങ്കിൽ കൂടി ഇവിടെ മഴ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ തന്നെ നമ്മൾ ഇതിന് NPK അടങ്ങിയ ജൈവവളങ്ങൾ കൊടുക്കണം. അതേപോലെ എല്ലാ ദിവസവും മാവിന് നമ്മൾ ചെന്ന് അതിനെ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് അതിൽ കീടങ്ങൾ വരുന്നുണ്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി പറയുന്ന പോലെ കീടനാശിനി പ്രയോഗവും മൈക്രോ ന്യൂട്രിയൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് മാമ്പഴം കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, ഇത്രയേ ഉള്ളൂ. ഈ മാവിനെപ്പറ്റി, ഈ പൂവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓഫ് സീസണിലായതുകൊണ്ട് തന്നെ എന്തുമാത്രം ഇത് പൂ പിടിക്കുന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ.
എങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.